ഗോകുലൊക്കെ? ക്ലൈമാക്സിലാണ് ഇതിന്റെ സംഭവം എന്താണെന്ന് പറയുന്നത്. എങ്ങനെയാണ് സാധാരണ ഗവൺമെന്റ് എഫിനെ പോലെയല്ല, വെറൈറ്റി ആയിട്ടുള്ളൊരു കോമഡി ബേസ്ഡ്. ചേട്ടാ എങ്ങനെയുണ്ട്? മമ്മൂക്ക എങ്ങനെ ഉണ്ടായിരുന്നു? മമ്മൂട്ടി കമ്പനി എന്ന് പറയുമ്പോൾ ഒരു ബ്രാൻഡായിട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. വിശ്വാസത്തോടെ നമ്മളൊരു സാധാരണ പടം കാണുന്ന പോലത്തെ സംഭവമല്ല, അവസാനം വരെ കാണണമെങ്കിൽ മാത്രമേ നമുക്കിത് അറിയാൻ പറ്റുള്ളൂ. അതാണ് പടത്തിൻ്റെ ഗുണങ്ങളുമുണ്ട്, എല്ലാ ഗുണങ്ങളാണ്. ഇതൊരു പരീക്ഷണമാണ്. മമ്മൂട്ടി കമ്പനി ആകുമ്പോൾ വെറൈറ്റിയാണ്, വെറൈറ്റി തന്നെയാണ് പടം പോയിരിക്കുന്നത്. പടം നല്ല പടമാണ്, നല്ല പടമാണ്, വെറൈറ്റി പടമാണ്. വെറൈറ്റിയാണ് ഇതിൻ്റെ മെയിൻ സംഭവം. അവസാനം വരെ കണ്ടു നിൽക്കണം, എങ്കിൽ നമുക്ക് കഥ മനസ്സിലാവും. എങ്ങനെയുണ്ട് ഗോകുലം മമ്മൂക്കയൊക്കെ? ഗോകുൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മമ്മൂക്കയെക്കുറിച്ച് നമുക്കിനി പറയേണ്ട കാര്യമില്ല, നമുക്ക് തേച്ച് മിനുക്കിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. സോ അതിൻ്റെ കഥയും കഥമാസം തന്നെയാണ്, മലയാളത്തിൽ വസ്തുതകളാണ്, കുഴപ്പമില്ല, നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. നല്ല ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി ക്ലൈമാക്സൊക്കെ നന്നായിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാതെ ക്ലൈമാക്സ് ഗൗതമേനോന്റെ കയ്യൊപ്പ് തന്നെ അല്ല. മമ്മൂട്ടിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല, ഒരു ക്ലാസ് കോമഡി ഒക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ക്ലാസ്സായിട്ട് കോമഡി നല്ല ഒരു ബോറടിപ്പിക്കാത്ത നല്ലൊരു സിനിമ. എങ്ങനെ ഗോകുൽ സുരേഷും മമ്മൂക്ക തമ്മിലുള്ള കോമ്പിനേഷൻ? നല്ല കോമ്പിനേഷൻ. പണ്ട് നമുക്ക് അത് ഓർമ്മ CBI രവി ഗ്രൂപ്പിൽ സുരേഷ് ഗോപി ബാക്കിൽ നടന്ന പോലെ മകൻ നടക്കുമ്പോൾ അതൊരു രസമുണ്ട്. ഓവറോൾ എങ്ങനെയുണ്ട്? നല്ല നല്ല മമ്മൂക്ക എങ്ങനെയുണ്ട്? മമ്മൂക്ക എങ്ങനെയുണ്ട്? ലാഗില്ലാതെ കണ്ടിരിക്കാൻ പറ്റും. മമ്മൂക്ക എങ്ങനെയുണ്ട്? നല്ല നൈസായിട്ട്. ബ്രോ എങ്ങനെയുണ്ട് പടം? നല്ല പടം, കുഴപ്പമൊന്നുമില്ല. കാര്യം ഇച്ചിരി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് മമ്മൂക്കയുടെ. അതൊരു ചെറിയൊരു ഫ്ലോയിൽ പോകുന്നതേ ഉള്ളൂ, അല്ലാതെ വലിയൊരു ഭയങ്കര അടുത്തെന്നുള്ളതൊന്നുമല്ല. ഒരു ഫ്ലോയിൽ അങ്ങ് പോകുന്നുണ്ട്. പക്ഷെ കാണാൻ നല്ല ഇൻട്രസ്റ്റിംഗ്. മമ്മൂക്കയുടെ അതാണ് അതിൻ്റെ ഒരു സ്ക്രീൻ. മമ്മൂക്കയുടെ അത് തന്നെയാണ് ഏറ്റവും ബെറ്റർ. എങ്ങനെയുണ്ട് പടം? മമ്മൂക്ക എങ്ങനെയുണ്ട്? നല്ല പടം. എന്താണ് ഇഷ്ടപ്പെട്ടെന്നാണ്? കൊള്ളാം, നല്ല നല്ല ആക്ടിംഗ് ആണ്, സൂപ്പറാണ്. എങ്ങനെ മമ്മൂക്കയൊക്കെ എങ്ങനെയുണ്ട്? ഓക്കെ, സൂപ്പറാണ്, അടിപൊളിയാണ്. വെറുതെ കണ്ടിരിക്കുന്നത്. മമ്മൂക്ക എങ്ങനെയുണ്ട്? ബ്രോ എങ്ങനെയുണ്ട്? നല്ല മേക്കിങ്, അടിപൊളിയായിട്ടുണ്ട്. നല്ല പരിപാടിയാണ്. നടന്നിട്ടുണ്ട്. പിന്നെ മമ്മൂക്ക എങ്ങനെയുണ്ട്? മമ്മൂക്ക എങ്ങനെയുണ്ട്? മമ്മൂക്ക എങ്ങനെയുണ്ട്? നമ്മൾ അത്രയും എക്സ്പെക്ട് ചെയ്താൽ മതിയല്ലോ. പക്ഷേ പടം നല്ല അത്യാവശ്യം നമുക്കൊന്ന് ഗസ് ചെയ്യാം, എങ്കിലും അത്യാവശ്യം പിടിച്ചില്ല. എങ്ങനെ മമ്മൂക്കയൊക്കെ എങ്ങനെയുണ്ട്? മമ്മൂക്കയൊക്കെ എങ്ങനെയുണ്ട്? ഓക്കെ. എന്താണ് ഇഷ്ടപ്പെട്ടെന്നാണ്? എങ്ങനെ മമ്മൂക്കയൊക്കെ എങ്ങനെയുണ്ട്? മലയാളത്തിലായതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് കണ്ട് വളർന്നുകൊണ്ടിരിക്കുന്നത്. തമിഴിലായിരുന്നെങ്കിൽ ഒരു തമിഴ് പടം എന്ന രീതിയിൽ ഭയങ്കരമായിട്ട് പോയി. ആക്ടിങ്ങൊക്കെ ഓക്കെയാണ്, ഒരു രക്ഷയില്ല. മമ്മൂക്കയുടെ സ്ലീപ്പൊക്കെ വേറെ ലെവലാണ്. പടം പോയി നോക്കുമ്പോഴേക്കും ഒരു ആവറേജ് ഇത് മാത്രമേ ഉള്ളൂ. കണ്ട് പറഞ്ഞ് ഇതിനെ ബോണ്ടായതുകൊണ്ടാണ് പറയുന്നത് ലീവ് ചെയ്തത്. എടുത്തു പറയാൻ പറ്റിയ മമ്മൂക്ക എങ്ങനെയുണ്ട്? മമ്മൂക്ക അടിപൊളി, എല്ലാവരും നല്ല രസമുണ്ട്, എല്ലാവരും വന്ന് തിയേറ്ററിൽ കാണും. പടം നല്ല മൂവിയാണ്, നല്ല ക്വാളിറ്റിയുള്ളൊരു ഫിലിമായിട്ട് തന്നെയാണ് തോന്നിയത്. പിന്നെ മമ്മൂട്ടി കമ്പനിയുടെ ആ ഒരു ക്വാളിറ്റി എന്തായാലും പടത്തിലുണ്ട്. നമ്മൾ പിന്നെ ഗൗതവാസുദേവ മേനോൻ്റെ ഡയറക്ഷൻ എല്ലാം അടിപൊളിയായിരുന്നു. ഓവറോൾ നോക്കുമ്പോൾ പടം കൊള്ളാം. പിന്നെ ഒരുപാട് ഭയങ്കര പ്രതീക്ഷയോടെ വന്ന് കാണാണ്ട് നോർമലായിട്ട് പോയി കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും. നമ്മൾ വലിയ ഹൈപ്പോടെ ഒന്നും അല്ല വന്നത്, നമ്മൾ ജസ്റ്റ് പോയി കണ്ടു ഇഷ്ടപ്പെടും. നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു കണ്ടന്റാണ് അത്. പടം നന്നായിട്ട് കുറച്ച് ലെക്കിയായിട്ടുണ്ട്. പിന്നെ പറയുന്നത് എല്ലാ ഗോളും അടിപൊളിയാണ്. പിന്നെ പടത്തിന് കോമഡി കാര്യമെല്ലാം ഉണ്ട്. നമുക്ക് തന്നെയാണ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ഒരു തവണ കാണാനുള്ളതേ ഉള്ളൂ. വലിയ എക്സ്പെക്ടേഷനിൽ പോയി ഒന്നുമില്ലാതെ തിരിച്ചു പോകുകയാണ്. നമുക്ക് ഗൗതം വാസുദേവൻ പൊട്ടിച്ചു. ജനുവരി ലാസ്റ്റ് വന്ന് നമുക്ക് ചെറിയൊരു അമുക്ക് പൊട്ടിച്ചിട്ട് വളരെ നല്ല സിനിമയാണ്. നമുക്ക് ഗൗതം മേനോൻ ഒരു മൂവി ഒന്നിക്കുമ്പോൾ എന്താണെന്ന് മലയാളികൾക്കറിയാം. ഫസ്റ്റ് ഹാഫ് വളരെ ഹ്യൂമറായിട്ടുള്ള രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റിഗേഷനും, സെക്കൻഡ് ഹാഫ് അത് വേറൊരു ത്രില്ലിലേക്കും, ക്ലൈമാക്സ് ഒരിക്കലും ഒരു പ്രേക്ഷകൻ ചിന്തിക്കാത്ത രീതിയിലുള്ള ഒരു ക്ലൈമാക്സ്. മമ്മൂക്ക, ഗോകുൽ സുരേഷ്, അതുപോലെ തന്നെ ഹീറോയിൻ്റെ അഭിനയം എടുത്തു പറയേണ്ടത്. ഒരിക്കലും ആ
നായിക ആ രീതിയിലേക്ക് പോകും, ആ ഹീറോയിൻ കഥാപാത്രം ഒരിക്കലും ആ രീതിയിലേക്ക് വരും എന്നുള്ളത് അത് കണ്ടു തന്നെ വിലയിരുത്തേണ്ട ഒരു സിനിമയാണ്. എന്തൊക്കെയായിരുന്നാലും 2025 മമ്മൂക്ക മലയാളികൾക്ക് തന്ന മറക്കാൻ പറ്റാത്ത ഒരു കഥാപാത്രമായിരിക്കും ഡൊമിനിക് എന്ന കഥാപാത്രം. വളരെ മനോഹരമായിട്ടുണ്ട്, എല്ലാവരും ഏറ്റെടുക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. എങ്ങനെയുണ്ട് പടം? പടം വലിയ ഗംഭീരമാണ്. കാരണം വെച്ചാൽ ക്ലൈമാക്സിൽ ഒരു രക്ഷയില്ലാതെ നമ്മൾ വീണ്ടും എന്താവും എന്നുള്ള ത്രില്ലിങ്ങിൻ്റെ മുന്നിലാണ് ഇരിക്കുന്നത്. ഗൗതമൻ ചേട്ടൻ ഇങ്ങനെ ഒരു മലയാള സിനിമ എടുക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. അതിൻ്റെ എല്ലാം സെറ്റപ്പായിട്ട് ചെയ്തിരിക്കുന്നത്. മമ്മൂക്കയുടെ ക്യാരക്ടർ എന്ന് വെച്ചാൽ അത് ഗംഭീരമായിട്ട് അടിപൊളി ഫാമിലി പടമാണ്. ഫാമിലി ആയിട്ട് ജയ് വിളിക്കോ? ക്ലൈമാക്സിസ്റ്റൊക്കെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സാധനം. ഇത് എന്താ പറയുക, ഒരു പരീക്ഷണ ചിത്രമാണ്. മമ്മൂട്ടി കമ്പനി അറിയാമല്ലോ, എല്ലാം അങ്ങനെയുള്ള സിനിമകളാണ്. അത് അവരെടുക്കുന്ന ആ ഒരു എഫക്റ്റ് നമുക്ക് പറഞ്ഞാലേ പറ്റുള്ളൂ. കാരണം ഇങ്ങനെയുള്ള സാധനമൊക്കെ ആരും പ്രൊഡ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സിനിമ എടുക്കാൻ അറിയില്ല, ജനം എങ്ങനെ എടുക്കുമെന്ന് അറിയില്ല. പക്ഷേ ഉറപ്പായിട്ടും ഫാമിലി ഓഡിയൻസ് ഏറ്റെടുത്ത് കഴിഞ്ഞ് പടം വലിയൊരു ഹിറ്റാവും. നല്ലൊരു പരീക്ഷണം. മമ്മൂട്ടി കമ്പനിയുടെ അടുത്ത സൂപ്പർ ഹിറ്റ് പടം ഫുള്ള് പിന്നെ ഫാമിലി എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്നത് ക്രൈമും ഇതും കൂടെ ആയിട്ടുള്ള ഇതാണ്. പടം തുടങ്ങുന്ന മുതൽ അവസാനം വരെ നമ്മൾ പിടിച്ചിരുത്തുന്നത്. സെക്കൻഡ് ഹാഫ് ഒരു ലാഗ് പോലെ ഫീൽ ചെയ്താൽ പക്ഷേ നമ്മൾ ഒട്ടും ബോറടിക്കാതെ തന്നെ പടം കണ്ടിരിക്കാം. ക്ലൈമാക്സിൽ നല്ലൊരു ട്വിസ്റ്റും വരുന്നുണ്ട്. മമ്മൂട്ടി കമ്പനി എന്ന് പറയുമ്പോൾ തികച്ചും എന്നും വ്യത്യസ്തമായ സിനിമകളാണ് തന്നിട്ടിരിക്കുന്നത്. അതുപോലെ ഒരു വ്യത്യസ്തത അതിലും തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ഫുൾ ഫാമിലി എല്ലാവർക്കും കണ്ടിരിക്കാൻ നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ്. എനിക്കിഷ്ടപ്പെട്ടു. ഇതിൽ എനിക്ക് തുടക്കത്തിൽ ട്രെയിലറെല്ലാം കണ്ടിട്ട് എനിക്ക് വലിയ രീതിയിലൊന്നും ഇൻട്രസ്റ്റ് ഒന്നും അല്ലായിരുന്നു. കാരണം ഇതെന്തായിരിക്കും ഒരു കുഞ്ഞു സ്റ്റോറിയാണോ, അല്ലെങ്കിൽ എന്തായിരിക്കും പറയാൻ പോകുന്നത്, ഒരു കോമഡിയാണോ അല്ലെങ്കിൽ വേറെ എന്താണോ, അതിൻ്റെ നേച്ചർ അങ്ങനെ ആയിരിക്കും എന്നുള്ള രീതിയിലൊരു വലിയ രീതിയിലൊരു പിടികിട്ടാത്ത രീതിയിലായിരുന്നു ട്രെയിലർ. അപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷ, അങ്ങനത്തെ ഒരു പ്രതീക്ഷയുടെ അമിതഭാരമൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ ഇല്ലായിരുന്നു. പക്ഷേ സിനിമ തുടങ്ങി ഒരു ക്യാരക്ടർ എന്താണെന്ന് പറയുന്നത്, നമുക്ക് ക്യാരക്ടർ എന്താണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തു. അദ്ദേഹം ആരാണ്, എന്താണ് അദ്ദേഹം ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടെന്ന്, ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ ലൈഫ് എന്താണ് സംഭവിക്കുന്നത്, അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ കൂടെ അദ്ദേഹത്തിൻ്റെ സഹായിയായിട്ട് ഗോകുൽ സുരേഷ് അവതരിപ്പിക്കുന്ന ക്യാരക്ടർ വരുന്നുണ്ട്. പിന്നെ പിന്നീടാണ് ശരിക്കും ഈ ഒരു സിനിമയുടെ ഒരു മെയിൻ പ്ലോട്ടിലേക്ക് കിടക്കുന്നത്. ഫസ്റ്റ് ഹാഫിൽ കുറച്ചൊരു സ്ലോ പേസ്ഡ് ആണെന്ന് നമുക്ക് തോന്നിപ്പോവാം. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കും അങ്ങനത്തെ ആ ഒരു മൊമെൻറ്റം അതിൽ പോയിട്ട് പിന്നെ അവസാനം ഒരു ഫാസ്റ്റ് ട്രാക്കിലേക്ക് കയറി പോകുന്ന ഒരു ഫീലാണ് എനിക്ക് സിനിമ തോന്നിയത്. ഇതൊരു സസ്പെൻസ് ത്രില്ലർ ആ ജോണറിൽ വരുന്നൊരു സിനിമയാണ്. അപ്പം ശരിക്കും ഒരു കേസന്വേഷണം അല്ലെങ്കിൽ ഒരു മിസ്റ്ററി അതെങ്ങനെ റിവീൽ ചെയ്യുന്നു, അതാണ് സിനിമയുടെ മുഴുവനും പറഞ്ഞു പോകുന്നത്. മമ്മൂട്ടി എന്നുള്ളൊരു ക്യാരക്ടർ അദ്ദേഹം വളരെ വ്യത്യസ്തമായ രീതിയിൽ തന്നെ അദ്ദേഹം ഇതിന് ചെയ്തിട്ടുണ്ട്. വ്യത്യസ്തം എന്ന് പറയുമ്പോഴത്തേക്കും അതിഭീകരമായിട്ടുള്ള ഒരു നമുക്ക് ഭ്രമയുഗമോ അങ്ങനെയൊന്നുമല്ല, ഒരു സാധാരണ നമ്മളുടെ ഇടയിലൊക്കെ നമ്മൾ കണ്ട് പരിചിതമായ കുറേ ഇങ്ങനെ ക്യാരക്ടേഴ്സ് നമ്മളുടെ ഇടയിൽ തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടേഴ്സിനെ ആ ഒരു റെപ്രസെൻറ്റേഷൻ പുള്ളി നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി കോമഡീസ് എല്ലാം നല്ല രീതിയിൽ വർക്കായിട്ട്, കോമഡികളെന്ന് പറയുമ്പോൾ എല്ലാം ഈ ഒരു ഓൺലൈനർ കോമഡികളാണ്. അത് അദ്ദേഹത്തിൻ്റെയും ഗോകുൽ സുരേഷിൻ്റെയും രണ്ടുപേരുടെ ഒരു കോമ്പിനേഷൻ, ആ ഒരു കോംബോ ഒക്കെ നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. കാരണം ഇത് ചിലപ്പോൾ ഇവരുടെ കൊടുക്കുന്ന ഒരു ഫേസ് റിയാക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഗോകുൽ സുരേഷ് കുറച്ചൊരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു നേച്ചറാണ് പുള്ളി പിടിച്ചിരിക്കുന്നത്. അതെല്ലാം നല്ല രീതിയിൽ തന്നെ സിനിമയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. അപ്പം ഓവറോൾ എന്നെ ഒരു സാറ്റിസ്ഫൈ ചെയ്യിപ്പിച്ചൊരു സിനിമ തന്നെയാണ്.